ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇന്ന് എൻ്റെ അനിയൻ്റെയും സ്കൂളിലെ ക്രിസ്മസ് സെലിബ്രേഷനാണ് കേട്ടോ. കഴിഞ്ഞിട്ട് 2-3 ദിവസമായില്ല. എനിക്ക് വോയിസ് ഓവറൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഇപ്പോഴും ഞാൻ റോഡ് സൈഡിൽ നിന്നാണ് കേട്ടോ വോയിസ് ഓവർ ചെയ്യണത്. കഴിഞ്ഞ പ്രാവശ്യം ഹൈദരാബാദിൽ നിന്ന് വന്നപ്പോൾ ഞാൻ മേടിച്ചു കൊടുത്ത ചെരുപ്പാണ്. അതവർക്ക് ചെറുതായി എന്നാണ് കാണിക്കുന്നത്. ആക്ച്വലി അത് എനിക്ക് മേടിച്ചതാണ്. പിന്നെ എനിക്ക് ഇച്ചിരി പിടുത്തോളം ഞാനത് അവർക്ക് കൊടുത്താണ് കേട്ടോ. അത് ചെറുതായി പുതിയത് മേടിക്കണമെന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഇത് ടാറ്റയൊക്കെ പറഞ്ഞ് അച്ഛൻ്റെ ഓട്ടോയിൽ കയറിപ്പോയി. അണ്ണനാണ് ഇവരൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. 2-3 പേരെ പിള്ളേരുണ്ട്. അവരെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പോകുന്നത്. അപ്പോൾ വലിയ ടാറ്റയൊക്കെ പറഞ്ഞു. പിന്നെ നല്ല പനി ഉണ്ടായിരുന്നു 2 പേർക്കും. ഇപ്പോൾ 2 രക്ഷകളൊന്നും അമ്മ വീട്ടിൽ പോയിരിക്കുന്നു കേട്ടോ. അപ്പോൾ അവനങ്ങനെ കോളേജിലേക്ക് പോയി. പിന്നെ ഇത് ഞാൻ ഇന്ന് മുല്ലക്കൽ ചെറപ്പിന് പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനായിരുന്നു. ഞാൻ വന്ന് KSRTC ഡ്രൈവറും കണ്ടക്ടറും നല്ല അറിയാമല്ലോ. ഒരു ഇത്ത വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നു കേട്ടോ. ഞാൻ മുഹമ്മയിൽ ഇറങ്ങി. അവിടെ നിന്ന് ഇത്തയാണ് എനിക്ക് നല്ല പോസ്റ്റ് വന്നു. പുള്ളിക്കായിട്ട് ബാങ്കിലൊക്കെ കയറാനുണ്ടായിരുന്നു. പിന്നെ അത് അവിടെ നിന്ന് ഇത്തയുടെ ഒരു ഫ്രണ്ടിൻ്റെ കുട്ടി ഉണ്ടായിരുന്നു. അവളുമായിട്ട് കുറച്ച് നേരം സ്വല പറഞ്ഞിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയി ഞാൻ കഴിച്ചത് ഓറഞ്ച് ജ്യൂസാണ്. ഇത്ത നല്ല ചൂട് കട്ടൻ ചായയോ അങ്ങനെ എന്താണ് കഴിച്ചത്. ഇത്തൊക്കെ നല്ല പനിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് നേരെ ഇത്തയുടെ വീട്ടിലേക്ക് പോയി. നമ്മൾ മെയിൻ പ്ലാൻ മുല്ലക്കൽ ചെറുപ്പാണെങ്കിലും ഞാൻ ചെന്നത് 1 മണിക്കാണെങ്കിലും 3 മണിക്കാണ് ഇത്തമാരുടെ വീട്ടിൽ നിന്ന് പോയത് കേട്ടോ. അപ്പോൾ ഇത്തയുടെ വീട്ടിൽ ചെന്ന് അവിടെ വാതിക്കലോട്ട് കയറും. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ചെന്നപ്പോൾ തന്നെ ഇത്തയുടെ 2 പിള്ളേരും ആൾക്ക് നിൽപ്പുണ്ടായിരുന്നു. അവളിതേ കോളേജ് സെലിബ്രേഷന് ഞങ്ങളുടെ കോളേജ് സെലിബ്രേഷൻ പ്രമാണിച്ച് കൊച്ചുങ്ങളെ കൊണ്ട് സ്റ്റാർ ഉണ്ടാക്കുന്നതാണ് ഇത്തയുടെ മെയിൻ ഹോബി. ചെന്നപ്പോൾ തന്നെ ഇത്ത എനിക്കൊരു ഉടുപ്പൊക്കെ എടുത്തുന്നു കേട്ടോ. അങ്ങനെ പിള്ളേരുടെ സ്റ്റാറൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ ഇത്തയുടെ പഴയ ആൽബമൊക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇതാണ് പഴയ മുഖം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഷഹാന ചേച്ചിയുടെ വീട്ടിൽ പോയി. അവിടെയാണെങ്കിൽ എൻ്റെ പൊന്ന് ഗായ്സ് നല്ല അടിപൊളി 10 മണീസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചെന്ന ടൈം നട്ടുച്ച ആയതുകൊണ്ട് തന്നെ അത്രയും വിരിഞ്ഞത് എനിക്ക് കാണാൻ പറ്റി. 10 മണിയൊക്കെ കൊറിയറും ചെയ്തു തരും കേട്ടോ. ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി, നമ്പർ അയച്ചു തരാം കേട്ടോ. പിന്നെ ഇത്തയുടെ മൂത്ത മോൻ്റെ